നമ്മൾ 86 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് പ്രവാസികളുടെ ഒരു വിലയിരുത്തൽ. 53 സീറ്റ് നേടി LDFന് 53 സീറ്റും അതുപോലെ തന്നെ രാജഗോപാലിലൂടെ നേമത്ത് BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് നമ്മളുടെ വിലയിരുത്തൽ. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മളുടെ ഇപ്പം വരാൻ പോകുന്ന റിസൾട്ടുമായിട്ട് എങ്ങനെ താതാത്മ്യം പ്രാപിക്കുമെന്നാണ് സാറിന്റെ ഒരു അഭിപ്രായം? അതാണ് ഞാൻ പറയേണ്ടത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം എന്റെ അഭിപ്രായത്തില് നിങ്ങൾ 86 UDF എന്ന് പറഞ്ഞ ഒരു 85 to 90 സീറ്റ്സ് UDFന് ലഭിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ. പിന്നീട് അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മളെ BJPയുടെയും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ BJP അക്കൗണ്ട് തുറക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കാനാണ് സാധ്യത ഞാൻ കാണുന്നത്. ഓക്കെ സാർ. അപ്പൊ അതുപോലെ നിയോജകമണ്ഡലത്തില് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് എന്റെ ഒരു വിലയിരുത്തലനുസരിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഓക്കെ സാർ. പിന്നീട് നമ്മളിപ്പം ഈ പ്രവാസികൾക്ക് ഇപ്പം വോട്ടവകാശം ലഭിച്ചു. അപ്പോഴ് നമുക്ക് അതിപ്പം ലിസ്റ്റ് പേര് ചേർത്ത ആളാണ് ഞാൻ. തീർച്ചയായിട്ടും. അപ്പോഴിപ്പം UDF അധികാരത്തിൽ വരുമെന്നാണ് സാറിന്റെ ഒരു പ്രതീക്ഷ. എന്തോ UDF അധികാരത്തിലെത്തുമെന്നാണ് സാറിന്റെ ഒരു വിലയിരുത്തല്. ആ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ തന്നെ നമുക്ക് ഇനി വരുന്ന UDF ഗവൺമെന്റ് പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട്, എന്ത് നിലപാടാണ് സാർ പ്രതീക്ഷിക്കുന്നത്? പ്രവാസികൾക്ക് അനുകൂലമാകുമോ ഈ UDF ഗവൺമെന്റിന്റെ നിലപാടുകൾ? പ്രവാസികൾക്ക് അനുകൂലമാക്കാൻ പ്രവാസി സംഘടനകൾ ശ്രമിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രവാസികൾക്ക് ഇപ്പം വോട്ടവകാശം വന്നു, അത് ഭാവിയിൽ ഒരു വലിയ ചലനം ഉണ്ടാക്കുമെന്ന് സാർ കരുതുന്നുണ്ടോ? എന്തോ പ്രവാസികൾക്ക് ഇപ്പം നമുക്ക് വോട്ടവകാശം കിട്ടി, അത് ഭാവിയിൽ ഒരു ചലനം ഉണ്ടാകത്തക്ക ഒരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. പ്രവാസികളെല്ലാം വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ ഈ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ആ രീതി തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നീട് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പ്രവാസി സംഘടനകൾ ഒരുപാടുണ്ട് ഇവിടെ. അപ്പം പ്രവാസികളുടെ അവകാശങ്ങൾക്കായിട്ട് പോരാടുന്ന ഒരുപാട് സംഘടനകൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്തരം സംഘടനകളുടെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ നമുക്ക് കടലാസിൽ ഒതുങ്ങുന്ന പല സംഘടനകളും ഉണ്ട്. അപ്പൊ ഇത്തരം സംഘടനകളോട് സാറിന് പറയാനുള്ള കാര്യങ്ങൾ, അപ്പം ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാം. സംഘടനകൾ കൂട്ടായിട്ട് യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പ്രവാസികൾക്ക് ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. അതാണ് അതിന്റെ ശരിയായ ഒരു വസ്തുത. ഓക്കെ. പക്ഷേ പലപ്പോഴും കണ്ടുവരാറുള്ള പ്രവാസി സംഘടനകളൊന്നും കൂടെ എല്ലാം കൂടെ യോജിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ് കണ്ടുവരാറുള്ളത്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പം പ്രവാസികൾക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തി എന്ന നിലയിലും ഇപ്പം ഇവിടെ പ്രവാസി സംഘടനകൾ നേതൃത്വമായി രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രവാസി സമൂഹത്തോട് സാറിന് കൊടുക്കുവാനുള്ള പ്രവാസി മലയാളികളോട് നമ്മളുടെ ഇപ്പം ഈ സംഭാഷണം ആയിരക്കണക്കിന് മലയാളികൾ കേൾക്കും. അപ്പം അത്തരം നമ്മളുടെ മലയാളി സഹോദരങ്ങളോട് സാറിന് പറയാനുള്ള സന്ദേശം എന്താണ്? അതായത് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മളിപ്പോ നമ്മളെ ഈ ഒരു ഓഡിയോ ആയിരക്കണക്കിന് പ്രവാസി മലയാളികൾ കേൾക്കും. അവരോട് സാറിന് കൊടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് സന്ദേശം പറയാനായിട്ട് എന്തെങ്കിലും? പ്രവാസി മലയാളികൾ ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇപ്പം ലഭിച്ചതാണ് ഈ വോട്ടവകാശം. ഓക്കെ. വോട്ടേഴ്സ് ലിസ്റ്റിൽ ആദ്യമായി ഈ പേര് ചേർക്കാൻ എല്ലാ പ്രവാസികളും ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ. അങ്ങനെ എല്ലാവരും അതിന് വേണ്ട ശ്രമം നടത്തണം. നാട്ടിൽ പോകുമ്പോഴായാലും അല്ലാതെ മറ്റേ ഓൺലൈൻ വഴിയായാലും ഈ പ്രവാസികളെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാനുള്ള ഒരു താല്പര്യം സ്വയം എടുത്താൽ മാത്രമേ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സംഘടനകളെ സംബന്ധിച്ച് എല്ലാവരെയും കണ്ടെത്തി എല്ലാവരെയും വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പം ഓരോ പ്രവാസികളും സ്വയം എനിക്ക് വോട്ടവകാശം ഉണ്ട് ഇപ്പോൾ, അതുകൊണ്ട് അതിൽ ലിസ്റ്റ് പേര് ചേർക്കാൻ ഞാൻ ശ്രമിക്കണം എന്ന് ചിന്തിച്ച് എല്ലാവരും സ്വയം ചെയ്യണം. പ്രവാസികൾ എന്നാലേ വോട്ടേഴ്സ് ലിസ്റ്റ് മൊത്തം ആൾക്കാരും വരുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ എന്തുവായാലും സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് NDKerala.com വേണ്ടി തന്നതിന് നന്ദിയുണ്ട്.